തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം.എസ്. കുമാർ രംഗത്ത്. വായ്പയെടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരാണ് പാർട്ടിയിൽ നേതാക്കളായി നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വായ്പയെടുത്ത നേതാക്കളെക്കുറിച്ച് ഉടൻ വെളിപ്പെടുത്തുമെന്നും എം.എസ്. കുമാർ. സഹകരണ സംഘത്തിൽ വായ്പ എടുത്ത് ലക്ഷങ്ങളോളം വർഷങ്ങളായിട്ട് അടയ്ക്കാതെ കിടക്കുന്ന ആൾക്കാരെ ബി.ജെ.പിയുടെ നേതാക്കളായി ബഹുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടു നടക്കരുതെന്ന് മാത്രം സൂചിപ്പിച്ചതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ബി.ജെ.പിയുടെ എല്ലാം വാങ്ങിച്ചത് അങ്ങനൊന്നും പറഞ്ഞില്ല. ആ പേസ്റ്റ് ഒന്നുകൂടെ വായിച്ചാൽ മനസ്സിലാവും. അല്ല, അനിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരും നിക്ഷേപങ്ങൾ മടക്കി വാങ്ങാൻ വരുന്നവരോടുള്ള നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ നിക്ഷേപകരോട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയാണ് അനിൽ നേരിട്ടത്. അതേ അവസ്ഥയാണ് ഞാൻ നേരിടുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ബി.ജെ.പിക്കാരുടെ എല്ലാ പേരും വെളിപ്പെടുത്തുമെന്നും പറഞ്ഞില്ല. നേതാക്കളായിട്ടുള്ളവർ ബി.ജെ.പി പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ ഒരുപാട് വരും. ലോണുകൾ അടയ്ക്കാത്തത് വർഷങ്ങളോളം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ലോൺ എടുക്കുന്നത്. തിരിച്ചടയ്ക്കാനും ഒരു പരിധി വരെ ഒരു സമയം വരെ ആകാം. പക്ഷേ ഇത്രയും പ്രതിസന്ധി നേരിടുന്ന ഒരു സംഘത്തിൽ ഉത്തരവാദിത്തമുള്ള നേതാക്കളായിരിക്കുന്നവർ പൈസ അടയ്ക്കണ്ടേ? അത് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, എം.എസ്. കുമാറിന് ആ പേരുകൾ അറിയാമെങ്കിൽ പോസ്റ്റ് ഇട്ടു, ഇപ്പോഴിതാ പകുതി വെച്ച് നിർത്തുന്നു. പേരെന്താണ് പറയാത്തത്? സുജയ്, ഇന്ന് എം.എസ്. കുമാറിൻ്റെ പ്രതികരണത്തിൽ ഒരു ചെറിയ അഴവ് വന്നിട്ടുണ്ട്. കാരണം ഈ തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നവംബർ 1 ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. അത് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ ഒന്നടങ്കം വെട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു കുറിപ്പായിരുന്നു. കാരണം മരണ വീട്ടിൽ പോയി ഒരു മൃതശരീരത്തിൽ ഒരു റീത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഒരു ഘട്ടത്തിൽ സഹായം ചോദിച്ചപ്പോൾ പാർട്ടി നേതൃത്വം സഹായിച്ചില്ല. അത് കാശായിട്ടോ പണമായിട്ടോ അല്ല സഹായിക്കേണ്ടത്. മറ്റൊന്ന്, ഈ പല ആൾക്കാരും, അതായത് പാർട്ടിയിൽ നിന്നുള്ള 70% ആൾക്കാർക്കാണ് അനിൽ ഈ വായ്പ കൊടുത്തത്. ആ വായ്പ എടുത്തവരോടൊന്ന് തിരിച്ചടയ്ക്കാൻ പോലും പാർട്ടി നേതൃത്വം ഇടപെട്ടിട്ടില്ല എന്നടക്കമുള്ള രൂക്ഷ വിമർശനം ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പരാമർശിക്കുന്നു. ആ പാതയിലൂടെയാണ്, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലൂടെയാണ് താനും കടന്നു പോകുന്നതടക്കമുള്ള പരാമർശങ്ങൾ ആ കുറിപ്പിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പരാമർശത്തിൽ നിന്നും വളരെ ഏറെ പുറകോട്ട് പോയ രീതിയിലുള്ളൊരു സമീപനമാണ് ഇന്ന് എം.എസ്. കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം പാർട്ടിയെ അല്ലെങ്കിൽ ബി.ജെ.പിക്കെതിരെ അല്ല അദ്ദേഹം ഇത്തരത്തിലൊരു കുറിപ്പിട്ടിരിക്കുന്നത്. പല ആൾക്കാരും വായ്പയെടുത്ത് 10-15 വർഷമായി. അവർക്ക് 2 ആഴ്ചയെങ്കിലും സമയം കൊടുക്കണമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു എം.എസ്. കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് എസ്. സുരേഷ് അടക്കമുള്ളവർ എം.എസ്. കുമാറിൻ്റെ ഈ പ്രതികരണത്തെ തള്ളിക്കൊണ്ട് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം ബി.ജെ.പി പ്രവർത്തകനല്ല എന്നുള്ള പരാമർശമാണ് സുരേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിലും ഇപ്പോൾ എം.എസ്. കുമാർ പറയുന്നത് താൻ അങ്ങനെ ഒരു ബി.ജെ.പിക്കാരനല്ല എന്നുള്ള ബോധ്യം തനിക്ക് ഇപ്പോഴാണ് വന്നത്. എസ്. സുരേഷ് കുമാറിനെ പോലുള്ള ഒരു അത്യുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ വാക്ക് അവസാന വാക്കാണെന്നുമാണ് എം.എസ്. കുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സുജയ്.